നല്ല കട്ട്സ്, നല്ല ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്ന വിദേശത്തുള്ള കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഒരു പടം. രസമുള്ള ട്രീറ്റ്മെൻറ്റ്, അതാണ് എനിക്ക് ഇതിൻ്റെ നിന്ന് ടേക്ക് അടിപൊളി, സിജു അടിപൊളി, പുതിയ കുറേ ആർട്ടിസ്റ്റുകൾ. ഒരു നാട്ടുമ്പുറത്ത് നടക്കണം, നല്ലൊരു ഇൻവെസ്റ്റിഗേഷനായിട്ട് അന്വേഷണം, നല്ലൊരു പടം. എല്ലാവരും നല്ല കാസ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എൻഗേജിങ് ആണ്. ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. എങ്ങനെയുണ്ട് ജാൻ്റെ പെർഫോമൻസ് ഒക്കെ? അടിപൊളിയാണ്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ജാൻ്റെ ഒരു തിരിച്ചുവരവാണ്. എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ഹിറ്റായിരിക്കും. അല്ല, ഞാൻ ഭയങ്കര നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. യൂഷ്വലി ഞാൻ ചെയ്യുന്നൊരു കാര്യം പടമല്ല, പക്ഷെ ഭയങ്കര കുറച്ച് രസമായിട്ട് നന്നായിട്ടുണ്ട്. പടം നന്നായിട്ട് ഉഗ്രനാണ്. റിലീസാണ്, എല്ലാവരും നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിറ്റ് അടിക്കില്ല. നോക്കാം, നമുക്ക് എനിക്കിഷ്ടമായി. എന്തായാലും ഇനി ജനങ്ങൾ നാളെ റിലീസാകുമ്പോൾ തീരുമാനിക്കും. ധ്യാൻ ചാണ്ട് ഇതുവരെ ചെയ്യാത്തൊരു ജോണർ ഓഫ് ത്രില്ലറാണ്. കുറേ തമാശകളുണ്ട്, ഒരു ഫൺ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നല്ല രസമുണ്ടായിരുന്നു. സ്വീച്ചാട്ടം നല്ല രസമുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ടീം, അവരുടെയൊക്കെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. 4 പേരും, ധ്യാൻ ചേട്ടനും ശ്രീചാട്ടനും എല്ലാവരും നന്നായിട്ട് പെർഫോം. അങ്ങനെയല്ല, ധ്യാൻ ചേട്ടൻ തീർച്ചയായിട്ടും നല്ല പെർഫോമർ തന്നെയാണ്. എനിക്ക് ഇതുവരെ ധ്യാൻ ചേട്ടനെ കാണാത്തൊരു സംഭവമാണ്. എല്ലാവരും പടം പോയി കാണണം. ഉജ്ജ്വലമാവട്ടെ. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും, അതിനെന്താ സംശയം. ഹാർട്ടഡായിട്ട് പോയിട്ട് പിന്നെ ഒരു ത്രില്ലർ മൂഡിലേക്ക് കിടക്കുന്ന ഭയങ്കര രസമുള്ള ഒരു പരിപാടി. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കുന്ന ഒരു ത്രില്ലറാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമുണ്ട്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ പടം കുറേയധികം പരിപാടികളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആയി പോകും. പക്ഷേ ഭയങ്കര രസമുണ്ട്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിനൊന്നും അറിയില്ല, അടിപൊളി. ഞാൻ ചേട്ടൻ അതുപോലെ എല്ലാവരും പെർഫോമൻസ്, ചേട്ടനായാലും ഞാൻ ചേട്ടൻ അതുപോലെ പുതിയ കുറേ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരാണ്. അതുപോലെ മ്യൂസിക് ഭയങ്കര രസമുണ്ട്. DOP ആണ്. എല്ലാം എല്ലാം ഭയങ്കര ഒരു പാക്ഡായിട്ടുള്ള. എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ്. ഹിറ്റടിക്കട്ടെ. ഒരു സിനിമ എന്ന് പറയുമ്പം നമ്മളെപ്പോഴും ഫുൾ തമാശയായിരിക്കും, കോമഡി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ പോവാ. ബട്ട് ദിസ് ഇസ് സംതിങ്, ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ. നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടായിരുന്നു ശരിക്കും ത്രൂ ഔട്ട് ഇരുന്നിരുന്നത്. എന്തായാലും അടിപൊളി. ബാക്കി എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. നമ്മുടെ ഡിറ്റക്റ്റീവ് വിജ്വൽ നോക്കാം, നമുക്ക് എല്ലാവർക്കും നോക്കാട്ടോ. അവിടെ ഇപ്പൊ അതാണ് ട്രോളിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ, ശ്രീചേട്ടൻ എല്ലാവരും കൂടെ. എനിവേസ് ലെറ്റ്സ് ഹോപ്പ്. അപ്പൊ എന്തായാലും ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ. പക്ക ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അതെ, ത്രില്ലറാണ്. എൻ്റെ കുറേ ഈ അടുത്തിറങ്ങിയ സിനിമയുടെ പോലെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. രസമാണ്. അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നല്ല സ്ക്രിപ്റ്റാണ്. സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ട്, നന്നായിട്ട് വർക്കായി. പ്രേക്ഷകർക്ക് വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കും. അത് തീർച്ചയായും കാണാതിരിക്കാവുന്ന സിനിമയാണ്. രസമാണ്. നല്ല പടം. ഞെട്ടിച്ചോ? പ്രഡിക്റ്റബിൾ അല്ല, എന്തായാലും ആരാവില്ലെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്. സിജുവും ധ്യാൻ്റെയും പെർഫോമൻസ് അടിപൊളിയാണ്. പക്ക ഒരു ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റില്ലേ? ത്രില്ലറും ഉണ്ട്, ഹ്യൂമറും ഉണ്ട്. അത്യാവശ്യം ത്രില്ലിംഗ് ആണ്. നല്ല പടമാണ്, കണ്ടിരിക്കാവുന്ന പടമാണ്. സ്ക്രിപ്റ്റ് നല്ല മനോഹരമായിട്ടുണ്ട്. നമ്മൾ നല്ല ത്രില്ലിംഗ് പടമാണ്. ലാസ്റ്റ് വരെ നമ്മളെ പിടിച്ചിരുന്ന പടമാണ്. കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ടായോ? കോമഡി വർക്കൗട്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. എങ്ങനെയാണ് മൊത്തത്തിൽ പരിപാടികൾ? രസമുണ്ട്. എല്ലാവരും നന്നല്ലേ. സസ്പെൻസും കാര്യങ്ങളും രസമുണ്ട്. സസ്പെൻസും അതിൻ്റെ ഒരു ലാസ്റ്റ് എലമെന്റ്സ് ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. അടിപൊളിയാവട്ടെ, ഹിറ്റ് ആവട്ടെ, പടം സെറ്റ് ആവട്ടെ. യൂണിവേഴ്സിൻ്റെ ബിഗിനിങ് എന്നുള്ള രീതിയിൽ ഭയങ്കര നന്നായിട്ടുണ്ട്. ഞാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയാം. ഡിറ്റക്റ്റീവ് വിജ്വലം, അതേപോലെ ഇന്ദ്രനീലൻ, രാഹുൽ അവരുടെ ഫസ്റ്റ് ഡയറക്ഷനാണ്. ഡയറക്ഷൻ വൈസ് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗംഭീരമാണ്. നന്നായിട്ടുണ്ട്. നാളെ നല്ല രീതിയിൽ പടം അടിപൊളിയാട്ടോ. വെറുതെ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ട്.
സെക്കൻഡ് ഹാഫിലൊന്ന് ഞാൻ അടുത്ത് പറയുന്ന സംഭവത്തിലൊക്കെ ഇവിടെ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു. അത് ഓൾറെഡി അവിടെ സ്പോട്ടിൽ കണ്ടപ്പോൾ തന്നെ നല്ല ചിരി വന്നിരുന്ന സാധനമാണ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അമീൻ ആൻഡ് ഗ്യാങ്, അമീൻ, നിഹാൽ, നിബ്രാസ്, ഷബാസ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ശംഭു ഉജ്ജ്വലിന് രണ്ടാം വരെ ഉണ്ടാവും. രണ്ടാം വരെ ഉണ്ടാവും. രണ്ടാം ഭാഗം അത് വീക്കെൻഡ് സിനിമാറ്റിക് വീക്കെൻഡ് പ്രൊഡ്യൂസേഴ്സ് അവർ കഴിയണം ഒരു പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഭാവിയിൽ സ്പിൻ ഓഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അത് കൊളാബറേഷൻസ് ഉണ്ടാവും. അടുത്തടുത്തുള്ള ഗ്രാമങ്ങൾ ഇതാണല്ലോ. ഇതിൻ്റെ ടൈനലിൽ ഇപ്പോൾ ജാംബീനെ പറ്റി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇവരെല്ലാ ക്യാരക്ടേഴ്സും തന്നെ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന സിനിമകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും തകർക്കട്ടെ ഏട്ടാ. താങ്ക് യു എല്ലാവരും തന്നെ കാണാൻ പറയാം. അവരുടെ അടുത്ത പടം ചെയ്യുന്ന നമ്മളാണ് പള്ളി കണ്ട പടം ഏത് ആ വിഷയം അടുത്ത വർഷമേ വരുള്ളൂ. എന്തായാലും ധ്യാൻ്റെ അടിപൊളി പരിപാടിയല്ലേ. അപ്പോൾ നാളെ വേണ്ടി പടം കേട്ടെ.